മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ അപകീർത്തിപ്പെടുത്തി പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ പതിച്ച് 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പാലക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് TN പ്രതാപനെതിരെ തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലും K മുരളീധരന്റെയും പത്മജ വേണുഗോപാലിന്റെയും തറവാട് വീടായ മുരളി മന്ദിരത്തിന് മുന്നിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലായിരുന്നു പോസ്റ്റർ പ്രചാരണം നടത്തിയിരുന്നത്. ജെയ്സൺ ചാമവളപ്പിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജെയ്സൺ, 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആരൊക്കെയാണ്? ശ്രുതി, കഴിഞ്ഞ 10-ാം തീയതിയാണ് TN പ്രതാപനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ നഗരത്തിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത്. മുരളി മന്ദിരം, അതുപോലെ തന്നെ പ്രസ് ക്ലബ്ബ്, DCC തുടങ്ങിയുള്ള പല സ്ഥലങ്ങളിലും TN പ്രതാപനെതിരെയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനെതിരെ പ്രതാപനും DCC പ്രസിഡന്റും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 3 പേർ പിടിയിലായിരിക്കുന്നത്. ഒരു പരസ്യ കമ്പനിയുടെ ജീവനക്കാരാണ് ഇവരെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അത്തരം ഒരു പോസ്റ്റർ പതിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പിടികൂടിയിരിക്കുന്നത് ഒരാൾ തമിഴ്നാട് സ്വദേശിയായ ശാന്തിമൂർത്തി, അതുപോലെ തന്നെ തൃശൂർ സ്വദേശികളായ ജിബിൻ, യദു കൃഷ്ണൻ എന്നിവരാണ്. ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പരസ്യ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരെന്നാണ് പറയുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഇത്തരമൊരു പോസ്റ്റർ പതിച്ചതെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. സംബന്ധിച്ച പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതായാലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ, അത് TN പ്രതാപന് ഉന്നം വെച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടോ അതോ കോൺഗ്രസിനകത്തുള്ള ആളുകൾക്ക് വേണ്ടിയോ, അതാണ് ഈ കണ്ടെത്താനുള്ളത്. അതിനുവേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ശ്രുതി. ഓക്കെ, ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. TN പ്രതാപനെതിരെ പോസ്റ്റർ പ്രചരിപ്പിച്ചതിലാണ് 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. പാലക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായിരിക്കുന്നത്.